ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് സക്കുലൻസും കാക്ടസും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ സെയിൽ ആണ്. അപ്പൊ ഇതിന്റെ ഓഫർ എന്താണെന്നുള്ളത് ഞാൻ ഇതിന്റെ വീഡിയോയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഓരോ ചെടിയും അതിന്റെ റേറ്റും ഡീറ്റെയിൽസും പറയാം. നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 150 രൂപയാണ്. അപ്പൊ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ പ്ലാന്റിന്റെ റേറ്റ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ കാർഡ്ബോർഡ് പീസൊക്കെ കയ്യിൽ പിടിച്ചിട്ടിരിക്കുന്നതിന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. എപ്പോഴും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കും, പക്ഷെ സമയത്തിന്റെ ഒരു പരിധി കാരണം എപ്പോഴും അത് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് പേർക്ക് അത് അബദ്ധം പറ്റുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം. നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് വാങ്ങിക്കുന്ന പല ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്ലാന്റ്സ് പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് പുറമെ ഒരു കാർഡ്ബോർഡ് ബോക്സ് കാണും. അതിന്റെ അകത്ത് വരുന്ന ഓരോ പ്ലാന്റും നമ്മൾ ഇതുപോലുള്ള കാർഡ്ബോർഡ് റോൾ ഇട്ട് പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നതെന്ന്. അപ്പോൾ മെയിൻ ആയിട്ട് ആൾക്കാർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും, ഞാനാണെങ്കിൽ പോലും, നമുക്കിപ്പോൾ ഒരു ബോക്സ് കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, മുകളിലുള്ള ഭാഗം ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ അകത്ത് നിന്ന് ഇത് വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മൾ പാക്ക് ചെയ്യുന്നത് മാക്സിമം ടൈറ്റ് ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്തൊരു പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ആ പ്ലാന്റിന് സെപ്പറേറ്റ് ഒരു പാക്കിംഗ് ഉണ്ടായിരിക്കും. അത് പോരാഞ്ഞിട്ട് ഈ ഒരു റോള് പാക്കിംഗ് എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്തിട്ടാണ് ഫൈനൽ പാക്കിംഗ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ പ്ലാന്റിന്റെ ബോക്സ് പൊട്ടിക്കുമ്പോൾ മുകളിലുള്ള വശം പൊട്ടിച്ചിട്ട് അതിലിങ്ങനെ കൈയിട്ട് വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ എടുക്കുമ്പോൾ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിന് ഡാമേജ് വരും. അതേപോലെ ചില ആൾക്കാർ ചെയ്യും, ഇങ്ങനെ തട്ടി അകത്തുനിന്ന് പ്ലാന്റ് എടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയും ചെയ്യരുത്. പ്ലാന്റ് വന്ന് അടിച്ച് പ്ലാന്റിന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ കയ്യിൽ നിന്നുള്ള മിസ്റ്റേക്ക് കാരണം പ്ലാന്റ് ഡാമേജ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലർക്കും പ്ലാന്റിന്റെ ആ ഒരു പെട്ടെന്ന് കിട്ടിയ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ചെയ്യുന്നതാണ് പല ആൾക്കാരും. അപ്പൊ ദയവ് ചെയ്ത് നമ്മളെ പാക്കിങ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും കാർഡ്ബോർഡ് ബോക്സിന്റെ സൈഡ് നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കാർഡ്ബോർഡ് റോളിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതും ഇങ്ങനെ ഒരു എൻഡ് കാണും. ആ എൻഡിന്റെ ഇടയിൽ കൂടെ ഒരു ബ്ലേഡോ എന്തെങ്കിലും യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് പ്ലാന്റ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഇവിടെ സ്റ്റേപ്ലർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതിയാവും. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ തട്ടിയെടുക്കാനോ ഇതിൻ്റെ അകത്തൂടെ കൈയിട്ട് അതിനെ വലിച്ചെടുക്കാനോ ശ്രമിക്കരുത്. തീർച്ചയായിട്ടും അത് പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കൈ പിടിച്ചിട്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് സമയം കളയാതെ ഓരോ പ്ലാന്റിന്റെ റേറ്റിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 150 രൂപയാണ്. 150 രൂപയുടെ വന്നിരിക്കുന്ന ഒരു സക്കുലന്റ് ആണ്, ഒരു മറ്റേ ലോട്ടസ് സക്കുലന്റിന്റെ ഒക്കെ വെറൈറ്റിയിൽ വരുന്നതാണ്. ഈ ഒരു സൈസാണ് വരുന്ന. പ്ലാന്റിന്റെ സൈസ് എല്ലാം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ കൈ വെച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതാണ് പ്ലാന്റിന്റെ ഒരു കളർ ഷെയ്ഡും പാറ്റേൺ ഒക്കെ വരുന്നത് ഈ ഒരു സൈസിലാണ്. ഈ ഒരു ചെറിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ്. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൽ എല്ലാ പ്ലാന്റും വിത്ത് പോട്ടാണ് അയക്കുന്നത്. വിത്ത് പോട്ട് അയച്ചാലും ഇതിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചകിരിച്ചോറാണ് ഇത് ഫുള്ള്. ഇതിൻ്റെ അകത്ത് ഫുള്ള് പ്ലാന്റ് ഇരിക്കുന്നത് ചകിരിച്ചോറാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലാന്റിനെ നമുക്ക് സേഫായിട്ട് പാക്ക് ചെയ്യുന്നതിൽ ഒരു പരിധിയുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ ഒരു 100% ഇട്ടിട്ടാണ് നമ്മൾ ഓരോ പ്ലാന്റും പാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലൊന്നും നമുക്ക് പേപ്പർ കുത്തിക്കേറ്റ് പാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഈ ലീഫൊക്കെ ഡാമേജ് വരും. അപ്പൊ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മൾ ചിലപ്പോൾ ടോട്ടലി ഈ പോട്ടിൽ നിന്ന് ഇളകാത്ത രീതിയിൽ പേപ്പർ ഇട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കമത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ ഇതാ ചകിരിച്ചോറിന്റെ പൊടി വീഴുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ചെറിയ തരിതരിയായിട്ടുള്ള പൊടി ഇതിൻ്റെ അകത്തുനിന്ന് വരും. അപ്പൊ അതും കൂടെ ഞാനൊന്ന് എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ കുറച്ച് പേര് അങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് പ്ലാന്റ് കിട്ടി, പ്ലാന്റിന്റെ ഡാമേജ് ഒന്നും ഇല്ല, പക്ഷെ ഇതിൻ്റെ അകത്തുനിന്ന് ചകിരിച്ചോറ് പുറത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ ഈ പോട്ടിന്റെ അടിവശത്ത് നല്ല ഡ്രെയിനേജ് ഹോൾ ഉള്ളതാണ്. അപ്പൊ അതിൽ തട്ടയാണെങ്കിലും എന്താ ഇതുപോലെ പൊടി വരും. അപ്പം കൊറിയർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്ലാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ചകിരിച്ചോറ് പുറത്ത് ചാടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. റേറ്റ് വരുന്നത് 150 രൂപയാണ്.
രണ്ടാമത്തത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സീബ്ര സക്കുലന്റിന്റെ പ്ലാന്റ് ആണ്. അപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അതാ ഈ ഒരു സൈസാണ് വരുന്നത്. പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് 180 രൂപയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലീഫിന്റെ ആ പാറ്റേൺ ആണ്. ഇതിലൊരു വൈറ്റും ഗ്രീനും കൂടെ ഒക്കെ ആയിട്ടുള്ള ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പൊ ക്രിസ്മസിനൊക്കെ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. വൈറ്റ് ഒക്കെ തീം വരുന്നത് കൊണ്ടിട്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് 180 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതേ സീബ്ര സക്കുലന്റിന്റെ തന്നെ വേറൊരു വെറൈറ്റി, ഇതും നമ്മൾ മുമ്പ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷെ ഇതിന് രണ്ടിനും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതാ ഈ രണ്ട് പ്ലാന്റിന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ പാറ്റേൺ ഒക്കെ ഏകദേശം ഒരുപോലെയാണ് കേട്ടോ. അപ്പൊ ഇത് കുറച്ചും കൂടെ ഹൈറ്റ് കുറവായിരിക്കും. നമ്മളെ ഈ അലോവേറയുടെ ഒക്കെ ഒരു ഫാമിലി പോലെ വരുന്ന പ്ലാന്റ് ആണ്. ഇപ്പൊ ഇതിന്റെ റേറ്റും 180 രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ. അതാ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത്. ഇതുപോലെ കുഞ്ഞ് പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ. അടുത്തത് അതേപോലെ ഈ അലോവേറയുടെ ഫാമിലിയിൽ വരുന്ന ഒരു അടുത്ത പ്ലാന്റ് ആണിത്. അപ്പൊ ഇതാ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 200 രൂപയാണ് കേട്ടോ. ഇത് 200 രൂപയാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് കൺഫേം ചെയ്യാം കേട്ടോ. റേറ്റ് ഞാൻ 200 രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. റേറ്റ് ഒരുപാട് പ്ലാന്റ് ഉണ്ടായതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ആയത് കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു ഹൈറ്റിലാണ് പ്ലാന്റ് വരുന്നത്. പോട്ട് ചെറിയ പോട്ടിലായിരിക്കും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലീഫിന്റെ പാറ്റേൺ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. ഈ സൈഡിലായിട്ട് ചെറിയൊരു മുള്ളു പോലെ വരുന്നുണ്ടെങ്കിലും ഇത് കാക്ടസ് ഫാമിലിയിൽ വരുന്നതല്ല. ഇത് സക്കുലന്റിന്റെ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് അതുപോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 180 രൂപയാണ്. നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഈ പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇതിലും ഇതേപോലെ ചില പ്ലാന്റ്സിൽ കുഞ്ഞു ബേബി പ്ലാന്റ് കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത്. ചെറിയ പോട്ടാണ്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. കളർ വന്നിട്ട് ഡാർക്ക് ഗ്രീൻ കളറാണ്. റേറ്റ് 180 രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ. അടുത്ത കുറച്ച് സക്കുലൻസിന്റെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുള്ളുകൾ വന്നിട്ട് യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 180 രൂപ തന്നെയാണ് കേട്ടോ ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത്. ഈ യെല്ലോടെ തന്നെ സെയിം ഒരു ചെറിയൊരു വൈറ്റും റെഡും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള വരുന്നുണ്ട്. ഇതിൽ 2 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. വൈറ്റ് കളർ മുള്ളും വരുന്നുണ്ട്, റെഡ് കളർ മുള്ളും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 200 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. മറ്റേതിനെക്കാട്ടി റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇതിന് 200 രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത്. ഈ ടൈപ്പാണ്. നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ ക്ലിയർ ആവുമോ എന്ന് അറിഞ്ഞുകൂടാ. മുള്ളു വന്നിട്ട് റെഡും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അടുത്തൊരു വെറൈറ്റി സക്യുലന്റ് ആണ്. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതാ വൈറ്റ് കളറിലാണ് ഫുള്ള് മുള്ളു വന്നിട്ട്. സക്യുലന്റ് അല്ല, കാക്ടസ് വെറൈറ്റി ആണ്. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 190 രൂപയാണ്. അതാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. അതാ ഈ ഒരു സൈസാണ് പ്ലാന്റ്. അടുത്ത ഒരു സക്കുലന്റ് വെറൈറ്റി ആണ്. നല്ലൊരു ഗ്രീൻ കളറിൽ കുറേ ഷൂട്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ സിൽവർ സിറിൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ തന്നെ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത്. അതിന്റെ ഒരു ഫാമിലിയിൽ വരുന്ന പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 190 രൂപയാണ്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഈ പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ സെയിം പോട്ടിൽ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. റീപോർട്ട് ചെയ്യുന്നെങ്കിൽ അത്രത്തോളം ഈ പ്ലാന്റിനെ കുറിച്ച് അറിവുള്ളവർ മാത്രം ഇത് റീപോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവരാണെങ്കിൽ ഈ പ്ലാന്റിനെ അങ്ങനെ തന്നെ നമ്മൾ കീപ്പ് ചെയ്ത് വാട്ടറിങ് മാത്രം കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ദിവസം സർവൈവ് ചെയ്യുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അടുത്തത് നമുക്കൊരു ലോട്ടസ് വെറൈറ്റിയിലുള്ള സക്കുലന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 200 രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ വീഡിയോയുടെ അടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിന്റെ കളർ ഷെയ്ഡൊക്കെ മനസ്സിലാവും. ഇതിന്റെ അറ്റത്തായിട്ടൊരു റെഡ് ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതേ സെയിം ഇത് തന്നെ കുറച്ചും കൂടെ ഒരു വലിപ്പമുള്ള ടൈപ്പ് വരുന്നുണ്ട്. കുറച്ചും കൂടെ റെഡ് നമുക്ക് എടുത്തറിയാൻ പറ്റുന്നു. പക്ഷെ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടിന്റെ ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 200 രൂപയാണ് കേട്ടോ. ഈ സക്കുലൻസിന്റെ ഒക്കെ റേറ്റ് വരുന്നത്. ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത്.
അടുത്ത നല്ല ഒരു ഭംഗിയുള്ള ഒരു സക്കുലന്റ് വെറൈറ്റിയാണ് കേട്ടോ. ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു സക്കുലന്റ് ആണ്. ഇതും ഒരു ലോട്ടസ് ആ ഫാമിലിയിൽ വരുന്ന തന്നെയാണ്. വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 200 രൂപ തന്നെയാണ് കേട്ടോ ഇതിന്റെ റേറ്റും വരുന്നത്. അടുത്ത നല്ല ഗ്രീൻ കളറിൽ വരുന്ന ലോട്ടസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 200 രൂപയാണ് കേട്ടോ വരുന്നത്. ഒരു പ്ലാന്റിന്റെ റേറ്റ് ആണ് കേട്ടോ. 2 പ്ലാന്റ് കാണിക്കുന്നെങ്കിലും ഒരു പ്ലാന്റിന്റെ റേറ്റ് ആണ് 200 രൂപ. നല്ല ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹൈറ്റ് ആണ് വരുന്നത് പ്ലാന്റിന്. അടുത്തതൊരു കാക്ടസ് വെറൈറ്റി ആണ്. ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന ടൈപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് മുകളിലുള്ള ആ ഒരു മുള്ളു വന്നിട്ട് യെല്ലോ കളറാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 220 രൂപയാണ്. ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. അടുത്തത് ഇപ്രാവശ്യം വന്നതിൽ എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടമായ ഒരു വെറൈറ്റിയാണ്. ഇത് എടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചെടുക്കണം. ഈ സക്കുലന്റിന്റെ പേര് ഇതിലുണ്ട്. അലോ ഹൈബ്രിഡ സ്നോസ്ട്രോം എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ പേര് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ അലോവേറയുടെ ഒരു ഇതുപോലെ തോന്നും. ഇതിന്റെ അറ്റത്ത് മുള്ളാണ് കേട്ടോ. ഈ ഭാഗത്ത് മുള്ളാണ്. കളർ പാറ്റേൺ വന്നിട്ട് ഒരു ഗ്രീനും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതേ സെയിം പ്ലാന്റിന് തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. ഇത് രണ്ടും കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. ഇത് വന്നിട്ട് കുറച്ചും കൂടെ വിരിഞ്ഞ ടൈപ്പാണ്. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് നല്ല വിരിഞ്ഞ ടൈപ്പാണ്. പക്ഷെ ഇത് വന്നിട്ട് കുറച്ച് ഒതുങ്ങിയ ടൈപ്പാണ്. അപ്പൊ ഈ പ്ലാന്റിന്റെ രണ്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 180 രൂപയാണ്. ഇതിന്റെ രണ്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത്. പക്ഷെ കാണാൻ ഏകദേശം ഒരുപോലെയാണ്. സൈസും ഡിഫറൻസ് ഉണ്ട്, പക്ഷെ റേറ്റ് സെയിം ആണ് കേട്ടോ. അപ്പൊ ഇത്രയും വെറൈറ്റിയാണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്ന. ഒരുവിധം എല്ലാ പ്ലാന്റ്സും കാണിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിടുക. അപ്പം നമുക്കും ഓർഡർ കൺഫേം ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇതിന്റെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് പ്ലാന്റ്, ഇത്രയും പ്ലാന്റ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഏകദേശം ഒരു 7-8ഓളം വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 5 പ്ലാന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്ലാന്റിന്റെ റേറ്റ് ടോട്ടൽ പ്ലാന്റിന്റെ റേറ്റ് ചെയ്ത് നിങ്ങൾക്ക് 50 രൂപ ഓഫ് ആയിരിക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ നിങ്ങൾ 5 പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു 500 രൂപ ആകുകയാണെങ്കിൽ അതിന് റേറ്റ് വന്നിട്ട് 450 രൂപ, 50 രൂപ കുറവായിരിക്കും. പിന്നെ പ്ലാന്റ്സിന്റെ റേറ്റ് പോകെ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. അപ്പൊ ഇതിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒരുപാട് പേര് ഓഫറിൽ അഗ്ലോണിമ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഗ്ലോണിമയും പീസ് ലിലിയും എല്ലാം നമുക്ക് ഓഫറിൽ അവൈലബിൾ ആണ്. അപ്പൊ നെക്സ്റ്റ് ഇയർ നമുക്ക് ജനുവരി ഏകദേശം പകുതിയോളം ഈ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ഓരോ വീഡിയോയിലായിട്ട് ഓഫർ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.